നമസ്കാരം, ഇറ്റ്സ് മീ അൻറാം. മീനിങ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം 2-3 ദിവസമായിട്ട് സെയിൽസ് ക്ലോസിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മൾ കമേലിയൻ ക്ലോസിംഗ് ആണ്. കമേലിയൻ ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കമേലിയൻ എന്ന് വെച്ചാൽ ഓന്താണ്. നമ്മളെ ബന്ധുക്കളിലും സുഹൃത്തുക്കളിലും പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ സഹായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുമായിരിക്കും, പക്ഷേ അവരെന്ത് ചെയ്യും? അവർ നമ്മളിങ്ങനെ കളിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് തരാം, നാളെ തരാം, അല്ലെങ്കിൽ ഇന്ന് വാ, അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് പോലും അവർ പറയും ഓക്കെ ബുധനാഴ്ച വന്നോ പറയും. വെറുതെ പറഞ്ഞു. ആ ബുധനാഴ്ച എന്ന് പറഞ്ഞ ദിവസം അവരെ മനസ്സിലേ ഉണ്ടാവില്ല. നമ്മൾ പോകുന്ന സമയത്ത് അയ്യോ ഇന്നാണോ നിന്നോട് പറയുന്നത്, അയ്യോ മറന്നുപോയി, നീ ഒരു കാര്യം ചെയ്യും, അടുത്ത ആഴ്ച വാ. ഇങ്ങനെ അപ്പോയിൻമെൻറ്റ് പോലും കിട്ടാത്ത അവസ്ഥ ചെയ്തു. ഇല്ല, രാവിലെ നമ്മൾ വിളിച്ചു ചോദിക്കുന്ന സമയത്ത് ഇന്ന് വേണ്ട കേട്ടോ, നാളെ അടുത്ത ദിവസം വാ. ഇങ്ങനെ വെറുതെ നമ്മളെ ഇങ്ങനെ കളിപ്പിച്ചു കൊടുക്കുന്ന സമയമുണ്ടോ. നമുക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാം, പൈസ തരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചാലും ഇവരെന്ത് ചെയ്യും? ഇവർ മാറ്റി പറയും. ഇത്തരം ആൾക്കാർ നമ്മുടെ കുടുംബത്തിലുണ്ട്, ബന്ധുക്കളിലുണ്ട്, സുഹൃത്തുക്കളുണ്ട്, സ്ട്രേഞ്ചേഴ്സിലുണ്ട്. ഇവരൊക്കെ നമുക്ക് മിനിമം നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയാൽ ഇവരുടെ സെയിൽ നടക്കുമെന്ന് നമുക്ക് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഇവരുടെ അപ്പോയിൻമെൻറ്റ് നമുക്ക് എങ്ങനെ എടുക്കാം? ഇവർക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടത് ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ്. ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുക എങ്ങനെയാ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കുടുംബത്തിലായി ശരി, പ്രത്യേകിച്ച് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീട്ടിൽ കടി ചായയൊക്കെ ആക്കുന്നുണ്ടെങ്കിൽ തന്നെ നാളെ പുട്ടിന് കടലയാണോ വേണ്ടത്, അല്ല പഴാണോ വേണ്ടത്, അല്ലെ പപ്പടാണോ വേണ്ടത്, പഴാണോ വേണ്ടത്? കാരണം പുട്ടിൻ്റെ കാര്യം ഉറപ്പായി. പുട്ട് തന്നെ, അത് വേറൊരു മാറ്റമില്ല അല്ലേ. കപ്പക്ക് കറി ചമ്മന്തി വേണോ, അല്ല പിന്നെ മുളകിട്ട ചമ്മന്തി വേണോ, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചമ്മന്തി വേണോ എന്ന് ചോദിക്കുന്നത് പോലെ നമ്മൾക്ക് ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന കാര്യമാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ നമ്മുടെ അനുഭവത്തിലേക്ക്, നമ്മുടെ സെയിൽസിലേക്ക് ഉപയോഗിച്ചാൽ മതി. ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അവരോട് ചോദിക്കുന്ന സമയത്ത് ബുധനാഴ്ച വരണോ, അല്ലെങ്കിൽ വ്യാഴാഴ്ച വരണോ, അല്ല ഈ ആഴ്ച വരണോ, അടുത്ത ആഴ്ച വരണോ, അല്ല ഈ മാസം വരണോ, അടുത്ത മാസം വരണോ, അല്ല ഈ വർഷം വരണോ, അടുത്ത വർഷം വരണോ, തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് മുമ്പേ വരണോ, 8 മണിക്ക് ശേഷം വന്നാൽ മതിയോ, അല്ലെങ്കിൽ രാവിലെ വരണോ, ഉച്ചയ്ക്ക് വരണോ, ഇല്ലെങ്കിൽ രാവിലെ വരണോ, വൈകുന്നേരം വന്നാൽ മതിയോ? വൈകുന്നേരം വരുന്നതാണോ നല്ലത്, അല്ല രാവിലെ വരുന്നതാണ് സാറിനെ കാണാൻ പറ്റുക? ഇങ്ങനെ നമ്മൾ ഏത് കാര്യത്തിലും ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പഠിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഇത്തരം ഓന്തുള്ള സ്വഭാവം, ഓന്ത് പോലെ നിറം മാറുന്ന സമയത്ത് മാറുന്നവരെ നമ്മൾ അതുപോലെ മാറ്റം വരുത്തിക്കൊണ്ട് അവരെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്, അവരുടെ അപ്പോയിൻമെൻറ്റ് നേടാൻ പറ്റുന്നതാണ്, അവർക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ്. ഇനി വന്നു പ്രൊഡക്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും അവർ ഡേറ്റ് വെക്കും. ശരി, ഇന്ന് എടുക്കുന്നുണ്ടോ, അല്ല നാളെ എടുക്കുന്നുണ്ടോ, അല്ല ഇന്ന് രാവിലെ തന്നാൽ മതിയോ, അല്ലെ വൈകുന്നേരം തന്നാൽ. ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, എവിടെയും നമ്മൾ ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഈ സംഭവത്തിലേക്ക് കടന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇപ്പോൾ സെയിൽസ് മാർക്കറ്റിംഗ് പഠിച്ചാൽ എൻ്റെ ഒരു അനുമാനത്തിൽ പറയുന്നത് നമ്മൾ ജീവിതത്തിൽ പോലും രക്ഷപ്പെടാൻ സാധിക്കും. ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒരുപാട് ടിപ്സ് സെയിൽസ് മാർക്കറ്റിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള ജോലി പോലെയല്ല, സെയിൽസ് മാർക്കറ്റിംഗ് പഠിച്ചാൽ നമ്മൾ ജീവിതത്തിലും ഇത്തരത്തിൽ ഒരുപാട് അവസരങ്ങൾ നമുക്ക് ഉപയോഗിച്ച് രക്ഷപ്പെടാൻ സാധിക്കും. ഇത് നമ്മുടെ ജീവിതത്തിലൊരു പാഠമാക്കി നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ലൈഫിൽ ഓരോ വാക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് പഠിച്ച് ഇത് അവസരത്തിനനുസരിച്ച് ഉപയോഗിച്ച് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നല്ല സക്സസ്ഫുൾ ഒരു ലൈഫ് ഉണ്ടാകും. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.